തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയോട് രഹസ്യധാരണയായി CPM കോൺഗ്രസും. നിരവധി പഞ്ചായത്തുകളിൽ മൂവരും ഒത്തുകളികൾ തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടിക്ക് പിന്നാലെ പായുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് SDPI ബന്ധം ആരോപിച്ച് പരസ്പരം ചെളിവാരി എറിയുമ്പോഴും രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, അതായത് പറയുമ്പോൾ അയിത്തമാണ്, പരസ്പരം ചെളിവാരി എറിയലാണ് പതിവ് താനും. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തനി നിറം പുറത്തു വരുന്നു, അവർക്ക് പിന്നാലെ പായുന്നു, ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അപേക്ഷിക്കുന്നു. എങ്ങനെയെങ്കിലും ജയിച്ചു വരിക എന്ന രാഷ്ട്രീയത്തിൻ്റെ നെറികെട്ട തന്ത്രമായി CPM-ഉം കോൺഗ്രസും മുന്നോട്ട് പോവുകയാണോ? കൃഷ്ണരാജ്, അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്ത് നെറികെട്ട പരിപാടിക്കും കൂട്ടുനിൽക്കും ഇടത് വലത് മുന്നണികൾ എന്നുള്ള വിമർശനം പൊതുവെ ഉണ്ട്. BJP അടക്കമുള്ളവർ അത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ പിന്നാലെ CPM-ഉം കോൺഗ്രസും പോവുകയാണ്. സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാക്കുന്നത് പ്രചാരണ രംഗത്തും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ ഇരു കക്ഷികളും പ്രാദേശിക തലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖ്യ നീക്കങ്ങൾ അടക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഈ പകരം SDPIക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വോട്ട് നൽകി വിജയിപ്പിക്കാമെന്നും ധാരണ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. SDPI ബന്ധം ആരോപിച്ച് പരസ്പരം ചെളിവാരി എറിയുമ്പോഴും രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇരു കൂട്ടരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വെൽഫെയർ പാർട്ടിയുമായും SDPIയുമായും ഒക്കെ പരസ്യ സഖ്യം ആവാമെന്ന് മുസ്ലിം ലീഗിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള നടപടികൾ തന്നെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പഞ്ചായത്തുകളിലും കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റി, കൂടാതെ തന്നെ താമരശ്ശേരി, കൊടിയത്തൂർ, വേളം, അയഞ്ചേരി, ചങ്ങോരത്ത്, തിരുവമ്പാടി പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയുമായി UDF ധാരണയായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ചർച്ചകൾ പുറത്തു വരാതിരിക്കാനുള്ള നടപടികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള രഹസ്യ ധാരണയിലാണ് നീക്കങ്ങൾ നടത്തുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പരസ്യമായി വെൽഫെയർ പാർട്ടിയെ തള്ളിപ്പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഭാഗത്ത് പ്രാദേശിക നേതാക്കൾ ഇത്തരക്കാരുമായി സഖ്യം ചേരുന്നു, തെരഞ്ഞെടുപ്പിൽ വോട്ട് പ്രചരണം, വോട്ട് നേടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ CPM-ഉം ഒട്ടും പിറകിലല്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ചില ജില്ലകളിൽ നിന്നുള്ള സൂചനകൾ വരുന്നത്. വെൽഫെയർ പാർട്ടിയെ പരസ്യമായി CPM തള്ളിപ്പറയുമ്പോഴും പലയിടത്തും സഖ്യ സാധ്യതകൾ തേടുകയാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ. ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് മറിച്ചു നൽകി സഹായിക്കാനും തിരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ CPM-ന് മറിച്ചു നൽകുമെന്നുമാണ് ഇവരുടെ ധാരണ. അതുമായി ബന്ധപ്പെട്ട ചില സന്ധി സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇരു മുന്നണികളും പരസ്യമായി തന്നെ SDPIയുടെ കീഴിലുള്ള അല്ലെങ്കിൽ SDPIയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടിയുമായി അവരുമായി ഐക്യം പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ചർച്ചകൾ നടത്തുന്നു. വോട്ട് ശേഖരിക്കാൻ, ഒപ്പം തന്നെ പലയിടത്തും ധാരണയുണ്ടാക്കി വിജയം ഉറപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇരു മുന്നണികളും പരസ്യമായി തന്നെ അകലം പാലിക്കുന്നതിനെ കുറിച്ച് വെൽഫെയർ പാർട്ടി കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. കൂടാതെ തന്നെ LDF-ഉം UDF-ഉം മുൻകാലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ടെന്നും ആ സഹകരണത്തിന്റെ സാധ്യത ഇത്തവണയും ഉണ്ടാകുമെന്നുമാണ് വെൽഫെയർ പാർട്ടി നേതൃത്വം ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും, ഒരു ഭാഗത്ത് തള്ളിപ്പറയുക, മറുഭാഗത്ത് ചേർത്ത് നിർത്തുക എന്നുള്ളൊരു നയം ഇടത് വലത് മുന്നണികൾ SDPIയോടും വെൽഫെയർ പാർട്ടിയോടും കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്നുള്ളതാണ്. പുറത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സംസ്ഥാന നേതാക്കന്മാർ നടത്തുക, അവരുമായി ഐക്യമാണ് എന്ന് പറയുക, മറുവശത്ത് പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടത്തി വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുകയാണ്. എന്തായാലും BJP ഒഴികെയുള്ള ഏത് രാഷ്ട്രീയ കക്ഷിയുമായും ധാരണയ്ക്ക് പ്രാദേശിക ഘടകങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. മുന്നണിയിലും പിന്നണിയിലും ഒന്നു തന്നെ സംഭവിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം പരസ്യമായി പറയുന്നത് അയിത്തമാണ്, പക്ഷെ മുന്നണിയിൽ അത് അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ മുന്നണി എന്ന വാക്കിന് രണ്ട് തരം അർത്ഥമുള്ളത് കൊണ്ട് മുന്നണിയിലും പിന്നണിയിലും ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റാണ്. മുന്നണിക്കുള്ളിൽ അതറിയുന്നു, രഹസ്യമായി പിന്നണിയിൽ നടക്കുന്നത് രഹസ്യധാരണയിൽ എത്തുക എന്നതാണ്. എങ്ങനെയും തെരഞ്ഞെടുപ്പ് ജയിക്കുക, അതുമാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. ആരെയും കൂടെ കൂട്ടുന്ന പതിവ് തന്ത്രം
അതിനെ നേരായ തന്ത്രം എന്നല്ല പറയേണ്ടത്, നെറികെട്ട തന്ത്രം CPM-ഉം കോൺഗ്രസും തുടരുന്നു. എങ്ങനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ എന്ന ദുരവസ്ഥയിൽ ഇതൊക്കെ ചെയ്തു പോകുന്നു എന്ന് വേണം പറയാൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.